അവന്റെ പൊണ്ണത്തടിച്ച് കുള്ളത്തി ശ്വേതാഭക്തൻ ഞാനൊന്നും തിന്നില്ല എന്ന് പറഞ്ഞ് തിന്നു മുടിക്കും. INB ട്രിപ്പ് ഫുൾ മസാല ദോശയും വിഴുങ്ങി ഏമ്പക്കവും വളിയും വിട്ട് തൂറി മെഴുകി ഫുൾ ടൈം വണ്ടിയുടെ പുറകിൽ ഉറക്കമാണ്. ബയോഗ്യാസ് ഉണ്ട് വണ്ടി. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നമ്മുടെ ഈ സമൂഹത്തിൻ്റെ അകത്ത് ഒരേപോലത്തെ ആകൃതി, ഒരേപോലത്തെ നിറം, രൂപം, ഇത് ആകൃതി, ഇതെല്ലാം വ്യത്യസ്തപ്പെട്ടിരിക്കുമ്പോൾ ഓരോ മനുഷ്യരും ഇൻഡിവിജ്വലി യുണീക്കാവുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. ചില മനുഷ്യർ വളരെയധികം ലീനായിരിക്കും, അത് പോഷകാഹാരക്കുറവായിരിക്കും, അല്ലാതെ പല കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ ദരിദ്രമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവാം. വേറെ ചിലർക്ക് അത് അസുഖമായിരിക്കാം. അതുപോലെ തന്നെ ചില ആൾക്കാർ ഭയങ്കര തടിയുണ്ടായിരിക്കും. അംബാനിയുടെ മകൻ ഒരുപാട് സൈബർ ബുള്ളിങ്, ഈ ബോഡി ഷെയ്മിങ്ങിനൊക്കെ ഒത്തിരി ഇരയായിട്ടുള്ളൊരു വ്യക്തിയാണ്. അത്രയും വലിയ കോടീശ്വരനായിട്ടും അദ്ദേഹത്തിൻ്റെ അസുഖപരമായ കാരണങ്ങളാലും ചിലർക്ക് ശരീരം തടിക്കുകയും അതുപോലെ തന്നെ മെലിയുകയൊക്കെ ചെയ്യും. ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ സുജിത് ഭക്തൻ, നമുക്ക് മലയാളികൾക്ക് വളരെ അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. ഈ ഒരു യൂട്യൂബ് കരിയറിലൂടെ വളരെയധികം ഉയരങ്ങളിലേക്ക് പോയൊരു, വളരെ ഹൈറ്റ്സിലേക്ക് പോയിട്ടുള്ളൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. വളരെ ക്വാളിറ്റി കോണ്ടന്റ് ക്രിയേറ്ററാണ്. പുള്ളിക്കാരൻ്റെ വൈഫിനെ ഇപ്പോഴൊന്നുമല്ല, കുറച്ച് കാലത്തിന് മുമ്പ്, എനിക്ക് തോന്നുന്നു 2 വർഷത്തിന് മുമ്പോ എന്തോ, ഞാനും അന്നും അദ്ദേഹത്തിൻ്റെ വൈഫിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യുന്നതിന് എതിരെ ഈ പുള്ളിക്കാരനും ഇവരെ ഒരു കേസ് കൊടുത്തു, ഒന്നും ആവാത്തതിനെ കുറിച്ചൊക്കെ അന്ന് പറഞ്ഞ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഏതാണ്ട് 7 വർഷത്തോളമായിട്ട് ഒരു വ്യക്തി ഇന്നും ഇവരെ പിന്തുടർന്ന് ആക്രമിക്കുന്നു. വളരെ മ്ലേച്ഛമായ, വളരെയധികം മാനുഷികപരമല്ലാത്ത രീതിയിലുള്ള വെറും സാഡിസ്റ്റിൻ്റെ ഒരു വാക്കുകൾ. ഒരു സൈക്കോപാത്ത് പോലെ ഒരാളിങ്ങനെ പുറകെ നടക്കുന്നു. കേസ് കൊടുത്തിട്ടും ഒന്നും ആവുന്നില്ല. ചിലർക്ക് പെട്ടെന്ന് നീതി നടപ്പിലാക്കപ്പെടുന്നു. ചില സെലിബ്രിറ്റീസിന് പറയണ്ടല്ലോ, ചില ആൾക്ക് ഡിസർവ് ചെയ്യേണ്ട അഥവാ നീതി കിട്ടേണ്ട, സെർവ് ചെയ്യപ്പെടേണ്ട ആൾക്കാർക്ക് അത് കിട്ടുന്നുമില്ല എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പം ഈ ഒരു വീഡിയോ, സുജിത് ഭക്തൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിലേക്ക് പോയതിന് ശേഷം ഈ വീഡിയോയിലേക്ക് നമുക്ക് വരാം. കമൻറ്റ് ഇങ്ങനെയാണ്. അതിൻ്റെ ID നോക്കണേ, കഴപ്പി ഭക്തൻ, അതായത് അതിൻ്റെ IDയുടെ നെയിമാണ് കഴപ്പി ഭക്തൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ ഏറ്റവും മോശപ്പെടുത്തി അഥവാ ഇവരെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, ആ കമൻറ്റ് ഇങ്ങനെയാണ്: എന്നാലും പൊണ്ണത്തടിച്ച് തടി കുറയ്ക്കില്ല. എൻ്റെ മേലെ കയറാതെ ആ തടി കുറച്ച് കാണിക്കും, അതാണ് ഹീറോയിസം. അല്ലാതെ പൊണ്ണത്തടിച്ച് ആശ്വാസ കമ്മിറ്റിക്കാരുടെ സിമ്പതി കിട്ടാൻ വേണ്ടി കുണുവാവ ഭക്തൻ ഇത് പോലുള്ള വീഡിയോ ഇടല്ലേ. ഇപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോ ഇട്ട് ആശ്വാസം കിട്ടിയാലും പൊണ്ണത്തടിച്ച് വീണ്ടും പൊണ്ണത്തടിച്ച് തന്നെ അല്ലേ, ഞാൻ എന്തിടണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ വ്യക്തി 5 മണിക്കൂറിന് മുമ്പ് സുജിത് ഭക്തനിട്ട വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടിരിക്കുന്നു. അത് അദ്ദേഹം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് പുള്ളിക്കാരൻ ഒരു കമൻറ്റ് ഇട്ടു: അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് സുജിത് ഭക്തന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇതാണ്, നിനക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നേരിട്ട് തീർക്കും, അല്ലാതെ ഇയാളുടെ വൈഫിനെയും ആ കുഞ്ഞിനെയും പറ്റി പറഞ്ഞത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ഇനി എന്താണ് ആ വ്യക്തിയുടെ ഇവൻ്റെ അപരാധത്തിൻ്റെ റീസൺ എന്ന് നമുക്ക് നോക്കാം. ഫാറ്റി ശ്വേത ഭക്തൻ, എൻഡോക്രൈൻ ഡിസ്റപ്റ്റേഴ്സ്, ഫ്രോഡ് ഭക്തൻ, പിന്നെ ഫാറ്റി ശ്വേത ഭക്തൻ, ഫ്രോഡ്സ്റ്റർ ഭക്തൻ, ഫ്രോഡ് കക്കൂസ ഭക്തൻ, തടിച്ചി, ഫ്രോഡ് ഭക്തൻ, ഫാറ്റി വൈഫ്, ഫാറ്റി പ്രാക്ക് വൈഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഇമെയിലിൻ്റെ ടൈറ്റിൽസ് പോകുന്നത്. അപ്പോൾ April 18 നമുക്ക് വന്നൊരു ഇമെയിലാണ്: we would be interested in getting a new flat at National Kingdom Kochi provided pets are allowed എന്ന് പറഞ്ഞുകൊണ്ടാണ് നാഷണൽ കിങ്ഡത്തെ അഡ്രസ് ചെയ്തിട്ടാണ് അയാൾ മെയിൽ അയച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റിന്. ഇറ്റ് ലുക്സ് ലൈക്ക് എ ഫ്ലാറ്റ് ഓണർ ബൈ നെയിം സുജിത് ഭക്തൻ ഹാസ് ഹൗസ്ഡ് ആൻ എലിഫന്റ് ബൈ നെയിം ശ്വേത as shown in his house. Probably is it okay to keep pets? Please confirm എന്ന് ചോദിച്ചോണ്ട് അതാണ് അവൻ അയച്ചിരിക്കുന്നത്. എലിഫന്റ് എൻ്റെ ഭാര്യ ഒരു പെറ്റാണെന്നും ഞാൻ ആ പെറ്റിനെ എലിഫന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഞാനിവിടെ വളർത്തുവാണെന്നുമാണ് ഈ നായിന്റെ മോൻ മെയിൽ അയച്ചിരിക്കുന്നത്. പറയും ഞാൻ കണ്ടോ പുള്ളിക്കാരത്തിയുടെ ഒരു മാന്യത കണ്ടോ. നായിൻ്റെ മോൻ എന്നൊന്നും പറയട്ടെ, നായിൻ്റെ മോനൊന്നല്ല പറയേണ്ടത്, സുജിത് ഭക്തൻ ആയതുകൊണ്ടാണ് നായിൻ്റെ മോനെ നിർത്തിയത്. ഞാനൊരു കാര്യം പറയട്ടെ, സുജിത് ഭക്തൻ ഈ വ്യക്തിയെ ഇവർക്കൊക്കെ അറിയാമെന്നുള്ള രീതിയിലേക്കാണ് സംസാരിച്ച് വരുന്നത്. സീരിയസ് ആയിട്ട് ഞാൻ പറയട്ടെ, ഇതിപ്പോൾ ഞാൻ ആസ് എ പേഴ്സൺ ഞാൻ ഒരിക്കലും ഒരു നല്ലവനല്ല എന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ നല്ലവനാവാനും ഒരിക്കലും ശ്രമിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ സറൗണ്ടിങ്സിൻ്റെ അകത്ത്, എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ അകത്ത് ഞാനുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ബന്ധങ്ങളിടാത്ത ഒരാൾക്കെങ്കിലും ഏറ്റവും മോശപ്പെട്ടൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയ്ക്ക് കാരണക്കാരിയോ ആയിട്ടുള്ള ആളെ ചിലപ്പോൾ ഞാൻ അങ്ങേയറ്റം പോയി കയ്യേറ്റം ചെയ്യുമെന്നോ ഞാൻ ചെയ്തിരിക്കും. ഇത് വെറുതെ ഇരുന്ന് വെല്ലുവിളിക്കുന്നതോ വെറുതെ പറയുന്നതോ ഒന്നും അല്ല. എൻ്റെ
ലൈഫിൻ്റെ അകത്ത് പലതും അങ്ങനെ നടന്നു പോയിട്ടുണ്ട് ഇൻസിഡൻസ്. ഓക്കെ, അതൊക്കെ പോട്ടെ, അതൊക്കെ പഴയ കാലം. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, സ്റ്റിൽ ഞാൻ പറയുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഞാനുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട ആരും ആവാം, അവരുടെ ലൈഫിൻ്റെ അകത്തേക്ക് കയറി ഇത്രത്തോളം വർത്തമാനം പറഞ്ഞ് പുറകെ നടക്കുന്നുവെങ്കിൽ എൻ്റെ ലൈഫ് പോകണോ എന്നുള്ള കാര്യം പോലും ഞാൻ നോക്കത്തില്ല. ഞാൻ അടിയെങ്കിൽ അടി, ഇടിയെങ്കിൽ ഇടി, ഇത് എന്ത് തന്നെ ആണെങ്കിലും ചെയ്യും. ആളെ കൂട്ടിയിട്ടൊന്നുമല്ല, ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. ഇതെങ്ങനെ സഹിക്കും? ഒരു സ്ത്രീയെ എലിഫൻ്റ് എന്ന് വിളിച്ചുകൊണ്ട് അവരെ ആ ഒരു ഉദാഹരണ സഹിതം പറയുന്നു. അദ്ദേഹത്തിന് അങ്ങേ ഫ്രോഡ് എന്നൊക്കെ പറയുന്നു. ചിലപ്പോൾ ഇദ്ദേഹത്തിനോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ട് ഇദ്ദേഹത്തിനെ പറയുന്നെങ്കിൽ അദ്ദേഹത്തിനെ പറയേ. എന്തിനാണ് ആ സ്ത്രീയെ പറയുന്നത്? അവരുടെ ശരീരം കൊണ്ട് ഈ വ്യക്തിക്ക് എന്തെങ്കിലും ദോഷമുണ്ടായിട്ടുണ്ടോ? ആ ശരീരത്തിൻ്റെ റീസൺ അഥവാ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അസുഖങ്ങളോ മറ്റുള്ള കാരണങ്ങളോ ഹോർമോൺ ഇംബാലൻസോ ഒക്കെ പലതും കാണാം. ചില സ്ത്രീകൾ PCOD പോലുള്ള പല കാരണങ്ങളാലും മറ്റ് പല കാരണങ്ങളാലും ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ശരീരം തടിക്കും. അവർ ആഹാരം പോലും നേരെ കഴിക്കണമെന്നില്ല, അവരുടെ ശരീരം തടിച്ചിരിക്കും. അവരൊരുപാട് ഡയറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ പോലും അവരുടെ ശരീരം താഴെ വരത്തില്ല. ഇച്ചിരി പച്ചവെള്ളം കുടിച്ചാൽ പോലും തടി വയ്ക്കുന്നു പറഞ്ഞാൽ സത്യമാണ്. അപ്പം അങ്ങനെയുള്ളരിക്കെ അപ്പോൾ അവരെങ്ങനെ പുറകെ നടന്നു. നമ്മുടെ സമൂഹത്തിൽ എത്രയോ മനുഷ്യർ ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നറിയാമോ? ഈ കാണുന്ന കുറച്ച് ആൾക്കാരിലും കാണും. നിങ്ങൾ പല ആൾക്കാരും മെലിഞ്ഞിട്ടാണെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അറിയുമ്പോൾ എന്തുവാണ് ഇങ്ങനെ ഉണങ്ങി തൊലിഞ്ഞിരിക്കുന്നത്? എൻ്റെ അടുത്ത് പണ്ടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ എൻ്റെ ഏതാണ്ട് 18 വയസ്സ് മുതൽ ഇരിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് പോട്ടെ, അസുഖമൊന്നുമല്ല, ജോലി ചെയ്തിട്ടാണ്. പക്ഷേ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ വേറെ തടിയൊക്കെ ഉള്ള ആൾക്കാർ ഒരു പൊതുവേദിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവരോട് ഇങ്ങനെ മുഖം വയ്ക്കും. ഇവർക്കൊരു ഉളുപ്പുമില്ല. ഇവർ വിചാരിക്കുന്നത് അവരുടെ സർവാംഗങ്ങളും അഥവാ ശരീരത്തിൻ്റെ മുഴുവൻ അംഗങ്ങളും എല്ലാ അവയവങ്ങളും എല്ലാം വളരെ പെർഫെക്റ്റ് ആണ്. നമ്മുടെ എല്ലാ അംഗോപാംഗം മൊത്തം അടിപൊളിയാണ്. ഞാൻ ദൃഢഗാത്രയാണ് എന്നുള്ള രീതിയിലേക്കുള്ള രീതിയിൽ സ്വയം അഹങ്കരിക്കും. അഹങ്കരിക്കാതെ എത്ര അഹങ്കരിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഇങ്ങനെ ചിലർ പല്ലുന്തിയവരെ അങ്ങനെ കളിയാക്കും. ചിലപ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ഇത് കുറവുണ്ടെങ്കിൽ അവർ ഇത് വെച്ച് കുറവല്ല, അവർക്ക് ശരീരത്തിൽ സംഭവിച്ചു പോയതാണ്, ആ ഒരു കാര്യത്തിന് വെച്ച് കളിയാക്കും. എങ്ങനെ വേണോ കളിയാക്കും, ഒരു ഉളുപ്പുമില്ലാതെ കളിയാക്കും. നമ്മളെല്ലാം തികഞ്ഞവരാണല്ലോ. ഈ ലോകത്ത് ഒന്നും തികഞ്ഞവരാരുമില്ല. 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ആരുമില്ല. മരിച്ചു കഴിഞ്ഞാൽ സ്വന്തം ശരീരം പോലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയാത്തവന്മാരും അവളുമാരും ഒക്കെയാണ് ഇങ്ങനെ കണ്ടവന്റെ ലൈഫിൻ്റെ അകത്ത് കയറി കടന്ന് അവരെ മൊത്തത്തിൽ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ നടക്കുന്നത്. അപ്പുറത്തെ ഭാഷ പറയും, മ്യൂട്ട് ചെയ്തോ, നിങ്ങൾക്ക് വേണം എന്താണെന്ന് ചെയ്തോ. അല്ല, ഇവൻ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് എന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാനല്ലേ പറ്റുള്ളൂ ഇപ്പൊ. അത് ഒരു മെയില് അത് എന്താ OCFRK@gmail.com എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ ID ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നാഷണൽ ബിൽഡേഴ്സിന് അയച്ചിട്ടുണ്ട്, നാഷണൽ ബിൽഡേഴ്സ് മുംബൈ അയച്ചിട്ടുണ്ട്, സ്റ്റഡി ലിങ്ക്സിന് ടാഗ് ചെയ്തിട്ടുണ്ട്, എന്റെ ഇമെയിൽ ഐഡിക്കും ശ്വേതയുടെ മെയിൽ ഐഡിക്കും അയച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ 2 മെയില്. അതിനുശേഷം April 20 2 ദിവസം കഴിഞ്ഞിട്ട് എലിഫന്റ് റംബേജ്. അപ്പൊ നമ്മള് ആനക്കട്ടിയിൽ റിസോർട്ടിൽ പോയിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ അതാണ് സംഭവം. അപ്പം സെയിം ഇമെയിൽ ഐഡിയിൽ നിന്നും ഇവൻ അയച്ചു SR ജംഗിൾ റിസോർട്ട്, info@SR ജംഗിൾ റിസോർട്ട്, booking@SR ജംഗിൾ റിസോർട്ട്. പിന്നെ എനിക്ക് സിംഗപ്പൂരിലുള്ള എന്റെ ഫ്രണ്ട് ടോണിച്ചായന്, ഫാസിൽ ബ്രോന്, സുനീർ ക്യാൻഡിക്ക്, പിന്നെ മലബാർ ഗ്രൂപ്പിന് അയച്ചിട്ടുണ്ട്. മലബാർ ഗോൾഡിന്റെ അവർക്ക് അയച്ചേക്കുന്നു. റിബൽ സിറ്റി ഡിസ്റ്റിലറി അങ്ങ് അയർലൻഡിലുള്ള ഭാഗ്യ ചേച്ചിക്ക് അയച്ചിരിക്കുന്നു. ടേസ്റ്റ് നിബിൾസിന്റെ ആൾക്കാർക്ക് അയച്ചിരിക്കുന്നു. എന്നിട്ട് ചോദിച്ചിരിക്കുക, ഈസ് യുവർ റിസോർട്ട് സേഫ് ഫോർ സ്റ്റേയിങ്? ലാസ്റ്റ് ഡേ വി ഹേർഡ് an elephant by name Shweta Bhaktan rummaged into your resort, ate everything you had in the resort, leaving everyone without food for decades, and then put feces everywhere, farted all around the place along with burping എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ മെയിൽ അയച്ചിരിക്കുന്നു. And how much did the cheap guy Sujit Bhaktan pay to get his book written, and who wrote the book for him എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ ഒരു സംഭവം ഇവൻ അയച്ചേക്കണം. എന്റെ ഭാര്യയുടെ ഒരു ഫോട്ടോ അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് an insult. ഓക്കെ, അടുത്ത മെയില് ഫാറ്റി ശ്വേത ഭക്തൻ. എന്റെ ഫ്രണ്ട് ജോമോൻ എന്ന് പറഞ്ഞ ഷെഫ് ലണ്ടനിൽ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അവൻ അത് കണ്ടിട്ട് നെക്സ്റ്റ് ഡേ ഉണ്ടാക്കിയ മെയിലാണ് April 27 തമ്പുരാൻ jomon@gmail.com. എന്നിട്ട് അവൻ അത് ഇതേപോലെ ആളുകൾക്ക് ഒരുമാതിരി നമ്മുടെ ഈ കൊറിയൻ ഡ്രാമയിൽ കാണുന്ന സീരിയൽ കില്ലർമാരുണ്ടല്ലോ, ഈ ഭയങ്കര സൈക്കോപാത്തുകൾ, ആ സൈക്കോപാത്തിൻ്റെ ഒരു സെറ്റപ്പ് പോലെയാണ് ഇതെനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തോ ഒരു കാരണം ഇവരിൽ എന്തോ ഒരു ഇത് കണ്ടെത്തിയിട്ട് ഇവരുടെ പുറകെ നടക്കുന്ന ഒരു വ്യക്തി. ആലോചിച്ച് നോക്കൂ, അയാൾ ഇവരുടെ പുറകെ ആണോ പെണ്ണോ ആരായിക്കോട്ടെ പുറകെ നടക്കുവാണ്. സുജിത് ഭക്തന്റെ ഈ തുടക്കത്തിന്റെ സംഭവത്തിന്റെ അകത്ത് പുള്ളി പറയുന്നതിനകത്ത് പുള്ളിക്ക് ഇത് അറിയുമെന്നുള്ള രീതിയിലേക്ക് എന്തോയാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, ആൾക്കാർ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് ഈ കല്യാണം കഴിച്ച വീഡിയോ ചെയ്യുന്ന ബ്ലോഗർമാരുടെ ഭാര്യമാരെയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറെയൊക്കെ ഉണ്ട്. ഞാൻ കുറെ പേരുടെ ഇങ്ങനെ ആദ്യമൊക്കെ നമ്മൾ വീഡിയോ ഇട്ടപ്പോ ഇങ്ങനെ അത് ആരാണ് അവൻ എവിടെയാണെന്നുണ്ടെങ്കിലും അവന്റെ വീട്ടിൽ പോയി ഞാൻ ശ്വേതയും കൂടെ അവനെ തല്ലും. ഞാൻ തല്ലും. എന്നിട്ട് തല്ലിയിട്ട് അവൻ എനിക്കെതിരെ കേസ് കൊടുക്കും. എന്നിട്ട് ഞാൻ പോയി ജയിലിൽ കിടക്കും. കാരണം അത്രയധികം മാനസികമായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്ക് നമ്മളെ 100% അറിയാവുന്ന ഒരാളാണ്.
ഓക്കെ, ഇവരെ 100% അറിയുന്ന ഒരു വ്യക്തിയാണെന്നാണ് സുജിത് ഭക്തൻ പറയുന്നത്. പക്ഷേ സുജിത് ഭക്തൻ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേസ് കൊടുത്തു. ആ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതുവരെ അതിനൊരു നടപടിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ സുജിത് ഭക്തനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും നേരിട്ടുള്ള പ്രശ്നം അവിടെ ഇപ്പം കുറച്ച് നാളിന് മുമ്പ് നമ്മൾ ഹെൽനോസ് പാട്ടയെ ഭയങ്കര മോശമായിട്ട് ടാർണിഷ് ചെയ്ത് അവരെ സൈബർ ബുള്ളിങ് ചെയ്ത് ഭയങ്കരമായിട്ട് മോശപ്പെടുത്തി അധിക്ഷേപിച്ച ഒരു കാര്യം കൊടുത്തുമായിട്ട് ബന്ധപ്പെട്ട് കേസ് കൊടുത്തിട്ട് ഇന്ന് വരെ അതിനൊരു നടപടിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അത്ര വൃത്തികേടുകളാണ് ഇവൻ എഴുതി വെച്ചിരിക്കുന്നത്. അവന്റെ പൊണ്ണത്തടിച്ച് കുള്ളത്തി ശ്വേതാഭക്തൻ ഞാനൊന്നും തിന്നില്ല എന്ന് പറഞ്ഞ് തിന്നു മുടിക്കും. INB ട്രിപ്പ് ഫുൾ മസാല ദോശയും വിഴുങ്ങി ഏമ്പക്കവും വളിയും വിട്ട് തൂറി മെഴുകി ഫുൾ ടൈം വണ്ടിയുടെ പുറകിൽ ഉറക്കമാണ്. ബയോഗ്യാസ് ഉണ്ട് വണ്ടി. ലൈക്ക് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇതുപോലെ സംഭവം. ഇതിനിടയ്ക്ക് ഇവൻ ഈ പറഞ്ഞ പോലെ ഇത് വലിയ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് പറഞ്ഞെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു അവന് 1/2 മണിക്കൂർ വേണം. ഭക്തന് അടിപ്പോഫില ഉള്ളതുകൊണ്ട് ഋഷി പൊട്ടനുണ്ടായി. വലുതാവുമ്പോൾ പൊണ്ണത്തടിച്ചിയുടെ മോൻ എന്ന് നാട്ടുകാർ കളിയാക്കുന്നത് കേൾക്കാനുള്ളവനാണെന്നൊക്കെ പറഞ്ഞ അത്രയ്ക്ക് വൃത്തിയായിട്ട രീതിയിൽ. പിന്നെ നെക്സ്റ്റ് ഡേ അതിന് ഞാൻ റിപ്ലൈ ചെയ്തേ, കുറെ നാളായി ഞാൻ നിന്റെ ഇമെയിൽ കാണുന്നു, കമന്റുകൾ കാണുന്നു, നിനക്കിതിൽ നിന്നും എന്ത് സുഖമാണോ ലഭിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്തായാലും നീ ഇന്ന് സൂചിച്ചോ, എനിക്ക് എന്റെ കുടുംബത്തിന് ഇതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ് റിപ്ലൈ കൊടുത്തു. നിനക്ക് ഒരു തന്തയാണെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞിരുന്ന ഡയലോഗ് അടിക്കാതെ എന്റെ അടുത്തേക്ക് നേരിട്ട് വാ. അതും പറ്റില്ലെങ്കിൽ നീ നിന്റെ സമയമൊക്കെ കളഞ്ഞ് ചെയ്ത് സുഖം നേടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ മെയിൽ അയച്ചു. ഓക്കെ, സുജിത് ഭക്തനെ അറിയാമെന്നുള്ള ആളാണ്. സുജിത് ഭക്തൻ അറിയാമെന്നല്ല കേട്ടോ, സുജിത് ഭക്തൻ അറിയില്ല ആളെ. നാളിതിങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന് അവൻ റിപ്ലൈ തന്നിട്ടില്ല എനിക്ക്. പക്ഷെ ഇടയ്ക്ക് 1-2 തവണ ഞാൻ ഇമെയിൽ ചെയ്യുമ്പോഴത്തേക്കും റിപ്ലൈ വരുന്നുണ്ട്. ഇവൻ ഓരോ പുതിയ ഇമെയിൽ ഐഡി ഉണ്ടാക്കും, എന്നിട്ട് അതേ ഇമെയിൽ ഐഡി വെച്ചിട്ട് യൂട്യൂബിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പേടിയില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ്. അവൻ ചെയ്യത്തില്ല. അതെ, അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ഇത് ഇങ്ങനെ ഫേസ് ചെയ്യുന്ന ആളുകള്, പ്രത്യേകിച്ച് ഫാമിലിനെയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന ആളുകള്, യു ഷുഡ് കം അപ്പ്. നമ്മുടെ നാട്ടില് നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ അനുസരിച്ച് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എന്തായിരുന്നാലും ഇത് ഒരു പോഡ്കാസ്റ്റ് വീഡിയോ പോലെ അദ്ദേഹത്തിന്റെ ചാനലിൽ ഇട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പം ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞിട്ടുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, നമ്മളിപ്പം നിയമ സംവിധാനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തി തെറ്റുകാരനാണോ തെറ്റുകാരനല്ലയോ എന്നുള്ള കാര്യമൊക്കെ നിയമം മൂലം നമ്മുടെ സുരക്ഷിതമായ ആ ഒരു സാഹചര്യത്തിൻ്റെ അകത്ത് തെറ്റുകാരനാണെങ്കിൽ തെറ്റുകാരൻ തന്നെയാണ്. ഇപ്പം ഞാൻ തെറ്റ് ചെയ്താൽ തെറ്റ് അല്ലെന്നല്ല, അത് ന്യായീകരിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഈ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർ വിളിച്ചു പറഞ്ഞാൽ, ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന വിശേഷ പരിഗണനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്നും നടക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ്, അതിൻ്റെ ആ പിന്നിലുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, ഒരു ടൈപ്പ് ഓഫ് സ്കാം. അത് നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് മൊത്തത്തിൽ ഇദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ അകത്തും അതുപോലെ മറ്റ് പലരുടെ ലൈഫിൻ്റെ അകത്തും അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ടാണ് ഒരു സ്ത്രീയെ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിൻ്റെ അകത്തുള്ള കുറച്ച് ആൾക്കാർ ഒരു ദളിത് സ്ത്രീയെ എന്തുമാത്രം പരിപാടികൾ കാണിച്ചു എന്നുള്ള കാര്യം നിങ്ങളും ഞാനും കണ്ടതാണ്. പല സമയങ്ങളിലും ആളും തരവൊന്നും ഇല്ലാതെ അബലകൾ അല്ലെങ്കിൽ വലിയ രീതിയിൽ സാമ്പത്തികമായിട്ടുള്ളതോ വലിയ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ വലിയ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്ത ആൾക്കാരെയൊക്കെ വെറും പട്ടിയെ പോലെ കാണുന്ന ഒരു സംവിധാനവും എല്ലാവരും അല്ല, വളരെ നല്ല പോലീസുകാരെ എനിക്കറിയാം, ചില പോലീസ് സംവിധാനത്തിൻ്റെ അകത്തുള്ള ചില ആൾക്കാർക്കൊക്കെ അങ്ങനെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരുടേതായിട്ടുള്ള രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എന്തായിരുന്നാലും ഈ ബോഡി ഷെയ്മിങ് പോലുള്ള പരിപാടികൾ നടത്തുന്ന ഏതവനാണെങ്കിലും ഏതവളാണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ അങ്ങനെ മോശപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് അർഹിക്കുന്ന മറുപടി നിങ്ങൾ അപ്പം തന്നെ കൊടുക്കുക. പിന്നെ ഒരുത്തർക്കും പിന്നെ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുക. ഞാൻ അങ്ങനെയാണ്, റീസെൻ്റ്ലി പോലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ എന്നെ അല്ല വേറെ കുറച്ച് ആൾക്കാരെ എൻ്റെ മുമ്പിൽ വെച്ച് ആക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറുപടി പറയാൻ തയ്യാറാവുക, അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാവുക. ഇങ്ങനെ മൂടിക്കെട്ടിക്കൊണ്ട് മിണ്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക. സോ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.